നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. മാവേലിക്കരയുടെ മനസ്സറിയാൻ ഇനി 36 രാപ്പകലുകൾ ഇരുട്ടി വെളുക്കണം. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ തിരഞ്ഞെടുപ്പ് സമാധാനപരം. ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാൻ ഹൃദയമിടിപ്പിന്റെ ദീർഘനിശ്വാസത്തിന്റെ കാത്തിരിപ്പിന്റെ ഉറക്കമില്ലാത്ത രാപ്പകലുകൾ. ഭരണം നിശ്ചയിക്കുന്ന വിരലുകളിൽ മഷിപ്പാട്. 16ാം ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴയിലെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. വിശദമായ വാർത്തകളിലേക്ക്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇലക്ഷനോടനുബന്ധിച്ച് KCV ന്യൂസ് പ്രത്യേകം സംപ്രേഷണം ചെയ്ത വാർത്തകളുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ചമ്പക്കുളം പുൽപ്പത്രയിൽ നിന്ന് കുടിവെള്ള വിതരണത്തിലുണ്ടായിരിക്കുന്ന രൂക്ഷമായ തകരാറ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. കുട്ടനാടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോഴും കുടിവെള്ളം എന്നത്. നാട്ടുറോഡുകളുടെ ശോചനീയാവസ്ഥയാണ് വൈശ്യം ഭാഗത്തുകാരെ അലട്ടുന്ന മറ്റൊരു പ്രധാന വിഷയം. ആലപ്പുഴയിലെയും മാവേലിക്കരയിലെയും കാൽക്കോടി ജനങ്ങളാണ് വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ആര് ഭരിക്കുമെന്ന വിധിയെഴുത്തിൽ പങ്കാളികളാവുകയാണ് ഇവർ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 12,71,324 വോട്ടർമാരും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ 12,52,668 വോട്ടർമാരുമാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. (2227) പോളിംഗ് സ്റ്റേഷനുകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. നെടുമുടി പഞ്ചായത്ത് ചമ്പക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ 3 ബൂത്തുകളാണ് ആകെ ഉള്ളത്. 79, 80, 82 ബൂത്തുകളാണ് ഇവ. കുടിവെള്ളവും ജലമലിനീകരണവും നെല്ലിന്റെ സംഭരണ വില ഉയർത്താത്തതുമൊക്കെയാണ് കർഷകരും കർഷക തൊഴിലാളികളും താമസിക്കുന്ന ചമ്പക്കുളത്തെ വോട്ടർമാർ ഉയർത്തുന്ന പ്രധാന പരാതികൾ. 851 ചമ്പക്കുളം സെന്റ് തോമസ് UPSൽ വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്ന വോട്ടർമാരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടത്തുവയിൽ നിന്ന് നാഷണൽ ഹൈവേയിലേക്കും അതുവഴി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും എത്തുവാൻ പമ്പയാറിനു കുറുകെയും കഞ്ഞിപ്പാടം പൂക്കൈതയാറിനു കുറുകെയും പാലം പണി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പണി മന്ദഗതിയിലാണ് നടക്കുന്നത്. ചമ്പക്കുളം പടിഞ്ഞാറേക്കരയിൽ ആശുപത്രികളില്ലാത്തതും മലിനജലം ഉപയോഗിക്കുന്ന നിമിത്തമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഇതുമൂലം സാധിക്കുന്നില്ല എന്നും പരാതി ഉയരുന്നുണ്ട്. നെടുമുടി കൊട്ടാരം NSS ഹൈസ്കൂൾ UPS എന്നിവിടങ്ങളിലായി 71, 72 നമ്പർ ബൂത്തുകളിൽ പ്രവർത്തിക്കുന്നു. കുട്ടനാട്ടിലെ മറ്റു പ്രദേശങ്ങളിലേതെന്നപോലെ ഇവിടെയും അടിസ്ഥാന പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. 70,000-ഓളം ഉദ്യോഗസ്ഥരാണ് തിരഞ്ഞെടുപ്പിനായി ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സ്പെഷ്യൽ ഓഫീസർമാർ ഉൾപ്പെടെ 3,500-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാറുള്ളതിന് സമാനമായ വീറും വാശിയുമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. വോട്ടെടുപ്പ് സമയം കൂട്ടിയതും തീപാറുന്ന രീതിയിൽ നടന്ന പ്രചരണവും പോളിംഗ് തോത് റെക്കോർഡിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 127, 128 ബൂത്തുകളിലായി 3,000-ഓളം വോട്ടർമാരാണുള്ളത്. ആദ്യ മണിക്കൂറിൽ തന്നെ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തലവടി ഗവൺമെന്റ് മോഡൽ UPSൽ 129, 130 പോളിംഗ് ബൂത്തുകളിലും 3,000-ഓളം വോട്ടർമാരുണ്ട്. 133-ാം നമ്പർ ബൂത്തായ എടത്വ പഞ്ചായത്ത് പാണ്ടങ്കരി SMS സ്കൂളിൽ 110 വയസ്സുള്ള മറിയാമ്മ ചാക്കോ വോട്ട് രേഖപ്പെടുത്തിയത് നാട്ടുകാർക്ക് കൌതുകമായി. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കമ്മീഷൻ കഴിഞ്ഞെങ്കിലും നീരേറ്റുപുറം, തലവടി, എടത്വ, പാണ്ടങ്കരി പഞ്ചായത്തുകളിലും കുടിവെള്ളം ലഭിക്കാത്തത് ജനങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. 115-ാം നമ്പർ ബൂത്ത് തലവടി ഹൈസ്കൂളിലെ TMJ ഹൈസ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്. എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബിന്ദു, ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി എന്നിവർ 133-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കൈനകരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂളിൽ 968-ഓളം വോട്ടർമാരാണ് ഉള്ളത്. കൈനകരി പഞ്ചായത്ത് തോട്ടുവാത്തല UP സ്കൂളിൽ 2 ബൂത്തുകൾ പ്രവർത്തിക്കുന്നു. 14, 15 ബൂത്തുകളിലായി 2,000-ഓളം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തുവാനുള്ളത്.
കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF, LDF, BJP മുന്നണികളും AAP, RMPയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഐക്യമുന്നണിയും SDPI, വെൽഫെയർ പാർട്ടികൾ എന്നിവരും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഉയർന്ന വിവിധ അഴിമതി കേസുകൾ, സരിത കേസ്, വിലക്കയറ്റം എന്നിവയും CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസ് തുടങ്ങിയ വിഷയങ്ങളായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ നിറഞ്ഞു നിന്നിരുന്നത്. LDF ഇടാനുള്ള RSP തീരുമാനത്തോടെ രാഷ്ട്രീയ വിഷയങ്ങളും മുഖ്യ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. RSPയുടെ ചേരുമാറ്റത്തെ രാഷ്ട്രീയ വഞ്ചനയായി ചിത്രീകരിച്ച CPM UDF-നെതിരെ ആഞ്ഞടിച്ചു. MK പ്രേമചന്ദ്രനെതിരെ പിണറായി വിജയൻ നടത്തിയ പ്രയോഗവും വിവാദമായി. മത്സരം കടുത്തതോടെ ഓരോ വോട്ടും വിലയേറിയതാണെന്ന തിരിച്ചറിവ് പ്രകടമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ ദിനങ്ങൾ. എടത്വ പഞ്ചായത്ത് 142 നമ്പർ ബൂത്തിലുണ്ടായ അനിഷ്ട സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ എടത്വ സ്റ്റുഡിയോയിൽ നിന്നും അജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. എടത്വ പഞ്ചായത്ത് 144 നമ്പർ ബൂത്തിൽ മാവേലിക്കരയുടെ നിരീക്ഷകന്റെ സന്ദർശന വേളയിൽ ബൂത്തിനുള്ളിൽ ക്രമാതീതമായി ആൾ നിൽക്കുന്ന ചുമതനായ ഒബ്സർവർ പോലീസ് ഓഫീസറെ വിളിക്കുകയും എന്താണ് ഇതിന് കാരണമെന്ന് തിരക്കുകയും സ്പെഷ്യൽ പോലീസ് ഓഫീസറെ തലപ്പുറത്താക്കി ജോലി ചെയ്യുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത് എന്ന് ആഘോഷിക്കുകയും തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SIയോട് എത്രയും പെട്ടെന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്ത് കളക്ടർക്കും SP-ക്കും ഓർഡർ ഇടാൻ നിർദ്ദേശം നൽകിയാണ് അദ്ദേഹം ഇവിടുന്ന് യാത്ര തിരിച്ചത്. खींच कर मारूंगा अभी 1 मिनट, इसको रिप्लेस करो. ये मजाक बना रखा है आपने इलेक्शन का. बाहर बैठ के चाय पी लो, इधर खत्म करो अपने आप को PSF को बताते हुए. इसी तरह से आदमी आते होंगे साले अंदर. ആലപ്പുഴ ജില്ലയിൽ 187 കേന്ദ്രങ്ങളിലായി 389 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ 129 കേന്ദ്രങ്ങളിലായി 280 ബൂത്തുകളും മാവേലിക്കര മണ്ഡലത്തിൽ 100 കേന്ദ്രങ്ങളിലായി 207 ബൂത്തുകളും പ്രശ്ന സാധ്യതയുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവേലിക്കര മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം വികസനമാണ്. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി തന്നെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഉയർത്തുന്നത്. മാവേലിക്കരയിൽ UDF-ന് പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വികസന മുരടിപ്പ് മാറ്റുവാൻ LDF-നെ വിജയിപ്പിക്കുവാനാണ് ചെങ്ങറ ആവശ്യപ്പെടുന്നത്. പുനലൂർ, ഗുരുവായൂർ ട്രെയിൻ സർവീസ് ആരംഭിച്ചതും മാവേലിക്കര മണ്ഡലത്തിലെ സ്റ്റേഷനുകളിൽ ട്രെയിന് സ്റ്റോപ്പ് അനുവദിച്ചതും തഴക്കര ESI മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതുമൊക്കെ വികസന നേട്ടങ്ങളായി കൊടിക്കുന്നിൽ സുരേഷ് ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ അതേസമയം കുട്ടനാട് പാക്കേജ് നിലവിൽ എങ്ങുമെങ്ങും എത്താത്തതും 1840 കോടി രൂപയുടെ പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമില്ലാതെ അഴിമതി നിറഞ്ഞതായി മാറിയെന്നുമാണ് LDF ആരോപിക്കുന്നത്. ഇനിയും എങ്ങുമെങ്ങും എത്താത്ത കുട്ടനാട് പാക്കേജാണ് LDF-ന്റെ പ്രധാന പ്രചരണ ആയുധം. BJPക്ക് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ സ്വാധീനമുണ്ട്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് P. സുധീറാണ് BJP സ്ഥാനാർത്ഥി. ദേശീയ രാഷ്ട്രീയ രംഗത്ത് BJPയും അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയും ചെലുത്തുന്ന സ്വാധീനം മണ്ഡലത്തിൽ പലവിധ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ്. അത് വോട്ടാക്കി മാറ്റുവാനുള്ള തന്ത്രം മെനഞ്ഞാണ് സുധീറും തിരഞ്ഞെടുപ്പ് ഗോധയിൽ എത്തിയിരിക്കുന്നത്. മാവേലിക്കര മണ്ഡലത്തിന്റെ മണ്ണും മനസ്സും ആർക്കൊപ്പം? ഭൂമിശാസ്ത്രപരമായ, സാമൂഹ്യ, സാമുദായിക, സാംസ്കാരികപരമായും ഏറെ വ്യത്യസ്തതകളുള്ള മണ്ഡലമാണ് മാവേലിക്കര. മാവേലിക്കര മണ്ഡലത്തിന്റെ അടിയൊഴുക്കുകളെ അതിജീവിക്കുന്നത് ആരായിരിക്കും? കാത്തിരിക്കാം മെയ് 16 വരെ. ആരവവും അരങ്ങുമൊഴിഞ്ഞ് ആലപ്പുഴ. ഇനി ഹൃദയമിടിപ്പിന്റെ ദീർഘനിശ്വാസത്തിന്റെ, കാത്തിരിപ്പിന്റെ ഉറക്കമില്ലാത്ത രാവുകൾ. ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാൻ കാത്തിരിക്കാം മെയ് 16 വരെ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മണ്ഡലം. 1977 ആലപ്പുഴ മണ്ഡലം നിലവിൽ വന്നത്. അതിനു മുൻപ് അമ്പലപ്പുഴ മണ്ഡലമായിരുന്നു. UDF 8 തവണയും ഇടതുപക്ഷ ഐക്യമുന്നണി 7 തവണയും മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചു. ആലപ്പുഴ ജില്ലയിലെ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കൊല്ലത്തെ കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലവും ചേർന്നതാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. ഇവിടെ 12,31,230 വോട്ടർമാരാണ് ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 84,068 വോട്ടർമാരുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് തിരശ്ശീല വീഴുമ്പോൾ തീരദേശ പരിപാലന നിയമം മുതൽ ആലപ്പുഴ ബൈപ്പാസ് വരെ സജീവ ചർച്ചയിൽ ഇടം നേടിയിരുന്നു. പാർട്ടി അംഗങ്ങളുടെയും സാധാരണക്കാരുടെയും വോട്ട് ലക്ഷ്യമിട്ടാണ് CB ചന്ദ്രബാബുവിനെ CPM സ്ഥാനാർത്ഥിയാക്കിയത്. ആലപ്പുഴയിൽ പല പ്രമുഖരുടെയും പേര് ഉയർന്നു വന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് CB ചന്ദ്രബാബുവിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ചന്ദ്രബാബുവിന്റെ സൌമ്യതയും ആദർശ രാഷ്ട്രീയവുമാണ് സ്ഥാനാർത്ഥിത്വത്തിന് തുണയായത്. ദുർബലനായ എതിരാളിയെന്നൊക്കെ ആദ്യഘട്ടത്തിൽ പ്രതിയോഗികൾ ആരോപിച്ചിരുന്നെങ്കിലും കളിമാറുന്ന കളമാണ് പിന്നീട് ആലപ്പുഴ മണ്ഡലം കണ്ടത്.
ആരോപണ പ്രത്യാരോപണങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷമായിരുന്നു ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപനം നടന്ന നാൾ മുതൽ ആലപ്പുഴയിൽ അരങ്ങേറിയത്. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും ബാധിക്കുന്ന നിയമം പാർലമെന്റ് അംഗീകരിച്ചപ്പോൾ KC വേണുഗോപാൽ അതിനെതിരെ ചർച്ചയോ വിയോജനക്കുറിപ്പോ ഇറക്കിയില്ല എന്നത് തീരദേശ വോട്ട് LDFന് അനുകൂലമായി പെട്ടിയിൽ വീണുവെന്നാണ് നേതൃത്വം അനുമാനിക്കുന്നത്. കളിക്കളത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും നല്ല കളിക്കാരനാണ് KC വേണുഗോപാൽ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഉള്ളറകൾ നന്നായി പഠിച്ചാണ് KC കളിക്കിറങ്ങിയത്. വ്യക്തിപരമായും രാഷ്ട്രീയമായും ഉയർന്ന ആരോപണങ്ങൾക്ക് തടയിടാനായതും ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊണ്ടാണ്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് KC വോട്ട് പെട്ടിയിലാക്കിയത്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക നിമിത്തം സീപ്ലെയിൻ പദ്ധതി ഉപേക്ഷിച്ചതായും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാത്ത LDFും UDFും അധികാരത്തിൽ എത്തില്ലെന്നാണ് പ്രൊഫസർ AV താമരാക്ഷനും RSPB നേതാക്കളും പറയുന്നത്. ഇടതുപക്ഷ ഐക്യമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MA ബിന്ദുവും മണ്ഡലത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജനകീയ പ്രക്ഷോഭം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SUCI, RMP, MCPI ഇടതുപക്ഷ ഐക്യമുന്നണിക്ക് രൂപം നൽകിയത്. ഏതായാലും ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാൻ കാത്തിരിക്കാം മെയ് 16 വരെ. ന്യൂസ് ഡെസ്ക് KC. ആലപ്പുഴയിൽ പ്രമുഖർ വോട്ട് ചെയ്തു. നിയമസഭാ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുടുംബാംഗങ്ങളുമായി പുന്നപ്പറ പറവൂർ UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. JSS നേതാവ് KR ഗൌരിയമ്മ ആലപ്പുഴ SDV സ്കൂളിൽ വോട്ട് ചെയ്തു. മുൻ ധനമന്ത്രിയും MLA കൂടിയായ ഡോക്ടർ തോമസ് ഐസക് കിടങ്ങാമ്പറമ്പ് LP സ്കൂളിൽ വോട്ട് ചെയ്തു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. RSPB സെക്യുലർ പാർട്ടി നേതാവും നിലവിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ AV താമരാക്ഷൻ സിവിൽ സ്റ്റേഷൻ വാർഡ് YMMA സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വിലക്കയറ്റം, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവ നിമിത്തം സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടി. ഈ സാഹചര്യത്തിൽ ചെങ്ങറ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ വളരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചതെന്നും CPI നേതാവ് TJ ആഞ്ചലോസ്. പൊതുപ്രവർത്തകന്റെ പരിധിവിട്ട കൊടിക്കുന്നിലിന്റെ പെരുമാറ്റം അദ്ദേഹത്തിന് തന്നെ ദോഷമായെന്നും ആഞ്ചലോസ് പറഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ചെങ്ങറയുടെ വിജയം സുനിശ്ചിതമാണെന്നും ആഞ്ചലോസ് കൂട്ടിച്ചേർത്തു. രാമങ്കരിയിൽ KCB ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ മാത്രമല്ല, ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥിത്വം പരക്കെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ നാട് അനുഭവിക്കുന്ന ഒട്ടനേകം ജനകീയ പ്രശ്നങ്ങൾ, വിലക്കയറ്റം, അഴിമതി, കെടുകാര്യസ്ഥത, ഈ നാട്ടിലെ വികസന പ്രശ്നങ്ങൾ, കുട്ടനാടുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടുകൂടി ആവിഷ്കരിച്ച കുട്ടനാട് പാക്കേജിന്റെ സമ്പൂർണമായ തകർച്ച, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെ ലംഘിച്ചുകൊണ്ട്, പൊതുപ്രവർത്തകർക്ക് തീരുമാനിച്ചിട്ടുള്ള അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധി നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിലാകെ ചർച്ചയാണ്. അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ച് വിലക്കയറ്റം രൂക്ഷമാക്കി നമ്മുടെ നാട്ടിലെ ആരോഗ്യ വ്യവസ്ഥയെ തകർത്ത്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത്, അഴിമതി എത്രത്തോളം വ്യാപിക്കാം അത്രത്തോളം വ്യാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിനെതിരെയുള്ള വലിയ ഒരു പ്രതിഷേധം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ചെങ്ങറ സുരേന്ദ്രൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ നിന്ന് വിജയം നേടും. നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടിയാണ് BJP ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മോദിയുടെ ഗുജറാത്ത് വികസനം ഊതിവീർപ്പിച്ച ബലൂണാണെന്നും കോൺഗ്രസ് നേതാവ് K ഗോപകുമാർ പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് KC വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു K ഗോപകുമാർ. ഗുജറാത്തിൽ നാം കണ്ടതാണ്, ഒട്ടേറെ നിസ്സഹായരായ ആളുകൾ കൂട്ടക്കുരുതിക്ക് ഇരയായപ്പെട്ട ആ ഒരു സംഭവം. അത് ഈ രാജ്യത്തുണ്ടാകുവാൻ പാടില്ല. തീർച്ചയായും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഏറ്റവും ഒടുവിൽ മതേതരത്വ വോട്ടുകൾ ഒരു പെട്ടിയിൽ വീഴുന്ന സാഹചര്യമാണ് ഇക്കുറി ഉണ്ടാകുവാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മതേതരത്വത്തിന്റെ വോട്ടുകൾ പല പെട്ടികളിലായി ഭിന്നിച്ചു വീണപ്പോൾ ഇക്കുറി അത് ഒന്നായി വീഴുവാൻ പോകുന്നു. അതുകൊണ്ട് വീണ്ടും 3ാം UPA സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടതുപക്ഷ ഐക്യമുന്നണി, SUCI, അതുപോലെ തന്നെ ആം ആദ്മി, ഇതുപോലെയുള്ള പാർട്ടികൾ ഉയർത്തുന്ന വെല്ലുവിളി, ഒരു 3ാം ബദൽ എന്ന ഇടതുപക്ഷ ഐക്യത്തിന്റെ 3ാം ബദൽ, അത് കേന്ദ്രത്തിൽ എത്രമാത്രം ഫലവത്താകും, എത്രമാത്രം അതിന് സാധ്യതയുണ്ട്? ഒരു 3ാം ബദൽ എന്നുള്ളത് അതിന്റെ പ്രസക്തി തീരെ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് പലതവണ ചർച്ച നടത്തി നോക്കി 3ാം ബദലിന് വേണ്ടി. പക്ഷേ ചർച്ച എങ്ങും എത്തിയില്ല. ഒരു തരത്തിൽ ഇവർക്കൊന്നും യോജിക്കുവാനും കഴിഞ്ഞിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം
അങ്ങനെയൊരു ഇത് രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിന് യാതൊരു സാഹചര്യവും സാധ്യതയും ഇപ്പോൾ നിലവിലുള്ള രാജ്യത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിലവിൽ ഒരിക്കലുമില്ല. അതുകൊണ്ട് അത് അപ്രസക്തമാണ്. UPA സർക്കാരിനെ പിന്തുണയ്ക്കുകയല്ലാതെ ഇവർക്ക് മറ്റ് മാർഗമില്ല എന്നുള്ള മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചവരാണ് കേരള ജനത. ആർക്കാണ് ഒരു മാറ്റത്തിന് താല്പര്യമില്ലാത്തത്? ഈ താല്പര്യം BJPക്ക് വോട്ടായി മാറുമെന്നും BJP നേതാവ് MR സജീവ് എടത്തുവയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവേലിക്കരയിൽ നിന്നും അഡ്വക്കേറ്റ് P സുധീർ വിജയിച്ചാൽ BJPയുടെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ അംഗമായിരിക്കുമെന്നും MR സജീവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കുന്ന സമയത്ത് LDFന്റെ സർക്കാർ VS അച്യുതാനന്ദന്റെ സർക്കാരാണ് അധികാരത്തിൽ. സത്യത്തിൽ ഈ പാക്കേജിനെ തകർത്തതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF സർക്കാരാണ്. LDF അതിലെ CPIയും ഈ പറയുന്ന ചങ്ങര സുരേന്ദ്രനൊക്കെ ഉൾപ്പെടുന്ന ആ മുന്നണിയിൽപ്പെട്ട ആൾക്കാരാണ് ഇത് തകർത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വന്ന കൊടിക്കുന്ന് സുരേഷിന് ഈ പാക്കേജ് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇരു മുന്നണികൾക്കും ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തെ നശിപ്പിച്ചതിൽ, ജനവിരുദ്ധ സമീപനം കാണിച്ചതിൽ ഈ രണ്ട് മുന്നണികൾക്കും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും തുല്യ പങ്കാണ്. LDF സർക്കാർ അധികാരത്തിൽ ഇരുന്ന സമയത്തും മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എന്നുള്ള നിലയിൽ ഒരു വികസന പ്രവർത്തനവും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ MC റോഡിൽ ഇപ്പം ട്രാഫിക്കിൽ കാണുന്നതിനൊക്കെ കുരുക്കാണ് MC റോഡിലെ പാലങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അറപ്പുര പാലം, ആ പാലം അത് LDF സർക്കാരായാലും ശരി, ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ആയാലും ശരി, ആ പാലത്തിന് വീതി കൂട്ടി ഗതാഗതം സുഗമമാക്കാനായിട്ടുള്ള ആവശ്യമായ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് LDF ഈ കാര്യത്തിൽ വികസന പ്രവർത്തനത്തെ മുരടിപ്പിച്ചതിൽ പ്രതികളാണ്. UDFും തുല്യ പങ്കാളിത്തം ഉണ്ടവർക്ക്. അതുകൊണ്ട് ഈ രണ്ട് മുന്നണിയെ മാറ്റി ഈ പ്രാവശ്യം BJPക്ക് ഒരു അവസരം നൽകണം. BJPക്ക് അവസരം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ജനങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. ഗുജറാത്ത് മോഡൽ മാതൃകയിൽ ഈ കേരളത്തിൽ ഒരു വികസനം ഉണ്ടാകും. അത് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ഗുജറാത്ത് പോലെ കേരളത്തെ ആക്കുമെന്നുള്ള ഉറപ്പ് വന്നിട്ടുള്ളതാണ്. സ്ത്രീ സംവരണം പേപ്പറുകളിൽ മാത്രമാണുള്ളത്. മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അതീതമായി ജനകീയ ബദലുകളാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്നും ഇടതുപക്ഷ ഐക്യമുന്നണി സ്ഥാനാർത്ഥി KS ശശികല. കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയാണ് ഇന്ത്യയിൽ ഭരണം നടക്കുന്നതെന്നും KS ശശികല പറഞ്ഞു. കിടങ്ങറയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു ശശികല. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വനിതാ സംവരണത്തെക്കുറിച്ച് പറയുമെങ്കിലും വനിതകൾ ആ രീതിയിൽ വനിതകളെ ഒരു സംവരണത്തിലൂടെയല്ല വനിതകളെ മുന്നോട്ട് കൊണ്ടുവരണം. മറിച്ച് സമൂഹത്തിലുണ്ടാകുന്ന ഏതു തരം പ്രശ്നങ്ങളിലും ഏറ്റവും കൂടുതൽ അതിൻ്റെ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക പദവി കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലുപരി സമൂഹത്തിൻ്റെ മുഴുവൻ പോക്കിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ സ്ത്രീകളും കൂടി ഉൾപ്പെടുന്ന ഒരു പൊതുസമൂഹം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സംവരണത്തിലൂടെയല്ല സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. ഇപ്പം സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ സ്ത്രീയോടൊപ്പം പുരുഷനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് സാമൂഹിക മാറ്റത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് സ്ത്രീകൾ. പക്ഷേ സംവരണത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളുടെ അഭിപ്രായം. കഴിഞ്ഞ കുറേയേറെ ഇലക്ഷനുകളിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ സംവരണം ലക്ഷ്യമാക്കി, സ്ത്രീകൾക്ക് സംവരണം ഉറപ്പിക്കുമെന്ന പേര് പറഞ്ഞുകൊണ്ട് പുരുഷ സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയിട്ടുണ്ട്. ഇപ്പോഴും അവർ അത് ആവർത്തിക്കുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ മുന്നോട്ട് വരിക എന്നുള്ളൊരു ലക്ഷ്യം അവരുടെ ഉള്ളിലില്ല എന്നുള്ളത് ആ പ്രസ്ഥാനങ്ങളെ പരിശോധിച്ച് നമുക്ക് അറിയാൻ പറ്റും. പാർലമെൻറ്റിൽ സംവരണത്തിന് വേണ്ടി വാദിക്കുകയും മറുവശത്ത് വളരെ ന്യൂനപക്ഷം വരുന്ന ആളുകൾ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് പുരുഷനോടൊപ്പം സ്ത്രീയും കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്ത്രീയെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. അപ്പം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അത്തരം വിഷയങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ ഈ അതിക്രമങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം സാമൂഹ്യ സാഹചര്യങ്ങളാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ടും ഇപ്പോഴും അവർ പ്രകടന പത്രികകളിൽ ഒതുങ്ങുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിച്ചില്ല എന്നും SDPI നേതാവ് നൌഷാദ് പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് SDPIയുടെ പ്രസക്തി. മതന്യൂനപക്ഷങ്ങളും ആദിവാസികളും ദളിതരും വൻതോതിൽ SDPIയിലേക്ക് കടന്നുവരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KCV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറി മാറി 5 വർഷക്കാലം കഴിയുമ്പോൾ ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ട്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്, ഒരുപാട് പ്രകടന പത്രികകൾ ഇറക്കിക്കൊണ്ട് ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് ഇവിടുത്തെ പ്രബലമായ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
ജനപക്ഷ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന SDPI ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതം തന്നെ വളരെ കഷ്ടത്തിലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം ഇന്ത്യയിലുണ്ട് എന്ന് SDPIയുടെ സംഘടനാ നേതൃത്വങ്ങൾ മനസ്സിലാക്കുകയും വിശന്ന് കഴിയുന്നവനും ഭയന്ന് കഴിയുന്നവനും ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്നാണ് SDPI പിറവിയെടുക്കുന്നത്. ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് മുന്നിൽ, കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന് മുന്നിൽ ഇന്ത്യയുടെ വികസനത്തെ കൊണ്ടുപോയി അടിയറവ് വയ്ക്കുന്ന സാഹചര്യത്തിൽ പിറവിയെടുത്ത പ്രസ്ഥാനമാണ് SDPI. SDPIക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും 22 സംസ്ഥാനങ്ങളിലും വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇതിന്റെ പിന്നിൽ പിന്നാക്കം വന്ന ന്യൂനപക്ഷങ്ങൾ, ദളിതുകൾ, ആദിവാസികൾ അണിനിരന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം വിശപ്പില്ലാത്ത ഇന്ത്യ, ഭയമില്ലാത്ത ഇന്ത്യ, അധികാരം അത് ജനങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ മുന്നണികൾ കുറെ കാലങ്ങളായി പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകടന പത്രികകളിൽ മാത്രം ഒതുങ്ങുന്ന ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ ഇത് തിരിച്ചറിയും ജനം എന്നുള്ളത് തന്നെയാണ് SDPIയുടെ പ്രസക്തി. ഇനിയൊരിടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. അവികസിതമായിരുന്ന കുട്ടനാടിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചത് കൊടിക്കുന്നിൽ സുരേഷാണെന്നും അഡ്വക്കേറ്റ് അനിൽ ബോസ്. കുട്ടനാട് പാക്കേജിന്റെ സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിക്കൂ. AC കനാൽ തുറക്കലിന്റെ 1ാം ഘട്ടം പണി തുടങ്ങുന്നതിൽ കൊടിക്കുന്നിലിന്റെ പങ്ക് പ്രശംസനീയമാണെന്നും അനിൽ ബോസ് പറഞ്ഞു. മാവേലിക്കര മണ്ഡലം സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ വിജയസാധ്യത KCVയുമായി പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അത് ജനപ്രതിനിധി ആയാലും അല്ലെങ്കിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് MP എന്നുള്ള നിലയിലാണെങ്കിലും അവസാനം 2 വർഷക്കാലത്തോളം മന്ത്രി എന്നുള്ള നിലയിലാണെങ്കിലും ഏറ്റെടുത്ത ദൗത്യം ജനോപകാരപ്രദമായി വിനിയോഗിക്കുന്നതിൽ കേരളത്തിലെ മറ്റ് പല MPമാരിൽ നിന്നും ഏറെ മുന്നിലാണ് കൊടിക്കുന്നിൽ സുരേഷ്. പിന്നെ അതിനേക്കാൾ ഏറ്റവും പ്രധാനം, നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ജനപ്രതിനിധി വളർന്നു വരാൻ അവസരവും വഴികളും ഉണ്ടെങ്കിൽ അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അദ്ദേഹത്തിന് ഏതാണ്ട് 50 വയസ്സ് ആകുന്നേ ഉള്ളൂ. എന്നാൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കത്തിന്റെ സമയമാണ് ശരിക്കും. കേരളത്തിൽ K കരുണാകരൻ പോലും MLA ആയത് എൻ്റെ അറിവിൽ 52 വയസ്സിലാണ് ആദ്യം MLA ആകുന്നത്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് 8ാം ലോക്സഭയിലേക്കാണ് മത്സരിക്കുന്നത്.
കേരളത്തിലെ 10 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മറ്റൊരു എം പി എന്ന് പറയാനായിട്ടുള്ളത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു എം പി, കേരളത്തിലെ മുഴുവൻ എം പിമാരുടെയും കൺവീനർ, കോൺഗ്രസിന്റെ ഇന്ത്യയിലെ മുഴുവൻ എം പിമാരുടെയും പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാൾ. അപ്പം ഇനിയും നടന്നു കയറാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അത്തരം ഒരാളുടെ സാധ്യതകൾ അനന്തമാണ്. അപ്പം അത്തരം ഒരാളെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രോത്സാഹനമാണ്. തീർച്ചയായും അതൊക്കെ ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിനും കേരളത്തിന് പ്രത്യേകിച്ചും പൊതുവായി ഗുണമുണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കൊടിക്കുന്നിൽ ജയിക്കണമെന്ന് ഞങ്ങൾ. കുട്ടനാട് പാക്കേജിനെ കുട്ടിച്ചോറാക്കിയത് UDF ആണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് അമ്പെ പരാജയമാണെന്നും CPI നേതാവ് അഡ്വക്കേറ്റ് ജോയ്കുട്ടി ജോസ്. മുൻവർഷം കൊടിക്കുന്നിലിന് വേണ്ടി പ്രചരണം നടത്തിയവർ പോലും ഇത്തവണ ചെങ്ങറയ്ക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങി. വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് ഇത്തവണ ചെങ്ങറയെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KCV ന്യൂസിനോട് രാമങ്കരിയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലകളിൽ ഇവിടെ MP ആയി, അതിനുശേഷം ജയിച്ച് MP ആയി, അതിനുശേഷം കേന്ദ്രമന്ത്രിയായ കൊടിക്കുന്നിൽ സുരേഷ് ഈ നാട്ടിൽ തിരിഞ്ഞു നോക്കിയില്ല. വെള്ളം പൊങ്ങി മനുഷ്യൻ അഭയാർത്ഥികളെ പോലെ ക്യാമ്പിൽ കിടന്ന കാലത്തും കുടിക്കാനൊരു തുള്ളി വെള്ളമില്ലായിരുന്ന കാലത്തും ഈ പ്രദേശത്ത് തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യൻ. ഇടയ്ക്കിടയ്ക്ക് അനുയായികളെ കൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ വെപ്പിച്ച് ഓടിച്ചാൽ ഈ കുട്ടനാടുമായി യാതൊരു ബന്ധവുമില്ല കൊടിക്കുന്നിൽ സുരേഷ് എന്നത് ഈ നാട്ടിൽ ഒരു കൊച്ചുകുട്ടിക്ക് അറിയാം. രണ്ടാമത്തത്, ദീർഘനാളുകളായി കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭണം ഈ നാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടനാടിൻ്റെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ വമ്പിച്ച കുതിച്ചാട്ടത്തിനാണ് നൽകുമായിരുന്ന ഈ കുട്ടനാട് പാക്കേജ് അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചതിൽ, അത് അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയതിൽ കൊടിക്കുന്നിൽ സുരേഷിന് മുഖ്യമായ പങ്കുണ്ടെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. കേരള ഗവൺമെന്റിനെ കൊണ്ട്, കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് അതിൽ സമ്മർദ്ദം ചെലുത്തി ഈ പാക്കേജ് ഈ നാട്ടിൽ നടപ്പാക്കാൻ കഴിയുമായിരിക്കെ, അതിനുള്ള യോഗ്യതയോടുകൂടിയ MP ആയിരിക്കെ, അതിനുള്ള അർഹതയോടെ മന്ത്രിയായിരിക്കെ ഈ നാട്ടിൽ ഇതൊന്നും ചെയ്യാതിരുന്ന ഒരാൾ ഇനി ഇവിടെ നിന്ന് ജയിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്താണ് വികസനമെന്നും അത് എങ്ങനെ നടപ്പാക്കാൻ സാധിക്കുമെന്നും ഇന്ത്യയെ പഠിപ്പിച്ച നേതാവാണ് നരേന്ദ്രമോദിയെന്ന് BJP നേതാവ് D. പ്രസന്നകുമാർ. എടത്തുവയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു പ്രസന്നകുമാർ. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ സീറ്റുകൾ BJP തൂത്തുവാരിയത് ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJP സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ മോഡി തരംഗം കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളെ സഹായിച്ചിട്ടുണ്ട്. കാരണം മോഡി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വികസനത്തിന് പുതിയൊരു അധ്യായം രചിച്ച ഒരു മഹത് വ്യക്തിയാണ്. കാരണം തൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എന്താണ് വികസനം, എന്തിനാവണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അപ്പോൾ അതുകൊണ്ട് ഗുജറാത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കുന്ന നിരവധി പദ്ധതികൾ കേരളം പോലെയുള്ള സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കേണ്ട പല പദ്ധതികളുമായിരുന്നു. ഇത്രമാത്രം അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്ത പല വികസന പദ്ധതികളും പ്രതികൂലമായ സാഹചര്യങ്ങൾ അതിജീവിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതി, ഗുജറാത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ ഭാരതത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വ്യക്തമായ തെളിവാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അതുപോലെ ഡൽഹിയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിലെ ജനങ്ങൾ BJP അംഗീകരിക്കുന്നു, നരേന്ദ്രമോദി അംഗീകരിക്കുന്നുള്ളതിന് തെളിവാണിത്. അപ്പോൾ ആ വിജയം കഴിഞ്ഞ 4 സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അത് കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾക്ക്, BJP പ്രസ്ഥാനത്തിന് വളരെ ആവേശം നൽകിയിട്ടുണ്ട്. ആ ആവേശത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളും ഇത് BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾ 4 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി സൂക്ഷിക്കും. കണ്ണിമ ചിമ്മാതെ ഇവയ്ക്ക് സുരക്ഷ ഒരുക്കുകയാണ് ഇനി ഉദ്യോഗസ്ഥരുടെ കടമ. ആലപ്പുഴ, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ആലപ്പുഴ നഗരത്തിലെ 4 കേന്ദ്രങ്ങളിൽ മെയ് 16 നടക്കും. പോളിംഗിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. 24 മണിക്കൂറും സായുധ പോലീസിന്റെ സുരക്ഷാ വലയത്തിലും ക്യാമറ നിരീക്ഷണത്തിലുമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങൾ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ അരൂർ, ചേർത്തല, കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ആലപ്പുഴ SDV ഗേൾസ് ഹൈസ്കൂളിൽ നടക്കും. ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ആലപ്പുഴ SD കോളേജിലും നടക്കും. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ആലപ്പുഴ തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ആലപ്പുഴ ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂളിലും ക്രമീകരിച്ചിരിക്കുന്നു. തൈയിൽ ശ്രീ രക്തേശ്വരി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ വാർഷികം നടന്നു. ക്ഷേത്രം തന്ത്രി പുതുമന ഇല്ലത്ത് ബ്രഹ്മശ്രീ D. ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്.
പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് കലശം, കളഭാഭിഷേകം എന്നിവയും നടന്നു. ചക്കുളത്ത് കാവിലമ്മ ഓഡിറ്റോറിയത്തിൽ 4 കുട്ടികൾക്ക് ഒന്നിച്ച് പൂണൂൽ കല്യാണം നടന്നത് കൗതുകമായി. പൂജാവിധികൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് ഉപനയനം. സൂര്യൻ സാക്ഷിയായാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് 4 കുട്ടികൾക്ക് ഒന്നിച്ച് ഇങ്ങനെ ഒരു ഉപനയനം നടക്കുന്നത്. വെട്ടിയതോടെല്ലാം ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാവേലിക്കരയുടെ മനസ്സറിയാൻ ഇനി 36 രാപ്പകലുകൾ ഇരുട്ടി വെളുക്കണം. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ തിരഞ്ഞെടുപ്പ് സമാധാനപരം. ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാൻ ഹൃദയമിടിപ്പിന്റെ, ദീർഘനിശ്വാസത്തിന്റെ, കാത്തിരിപ്പിന്റെ, ഉറക്കമില്ലാത്ത രാപ്പകലുകൾ. ഭരണം നിശ്ചയിക്കുന്ന വിരലുകളിൽ മഷിപ്പാട്. 16ാം ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴയിലെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.